അപ്പോൾ ലെസൺ 5ലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നലെ പഠിച്ചത് ഈസാരാമിൻ്റെ ക്ലാസ് ആണല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ്. വളരെ സിമ്പിളാണ്, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇതെല്ലാം വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ഇരിക്കുള്ളൂ. കാരണം ഇത് ഗ്രാമർ സെഷനാണ്. അതുകൊണ്ട് ഓരോ ക്ലാസ്സുകളും അത് മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ. ഇനി അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. സോ ഈസാരാമിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അറിയാവുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ടു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈസാരാം എന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആണ് എന്നാണ് അല്ലേ. ആണ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മറക്കില്ല. ഈവൻ അറിയാവുന്ന കാര്യമാണെങ്കിലും ഇനി ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഈസാരാമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആണ് എന്നാണ്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആണ് എന്നുള്ളത് എന്തായിട്ട് മാറും? അല്ല എന്നതിലേക്ക് കൺവേർട്ടഡ് ആവും. ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈസാരാമിൻ്റെ കൂടെ എന്ത് ചേർത്ത് കൊടുക്കണം? ഒരു നോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആണ് എന്നുള്ളത് അല്ല എന്നതിലേക്ക് മാറും. ഫോർ എക്സാമ്പിൾ, ഈസ് നോട്ട് എന്ന് ചേർക്കാം, ആം നോട്ട് എന്ന് ചേർക്കാം, ആർ നോട്ട് എന്ന് ചേർക്കാം. ഓക്കെ, ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. ഇതിനെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് എഴുതുക. ഇസെൻറ്റ്, അമിൻറ്റ്, ആറിഞ്ച് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഓർത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങനെ ആരും പറയില്ല. ഇങ്ങനെ നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് പറയാറുള്ളത് കേട്ടോ. സോ ഇനി ഇത് നമുക്ക് സെൻറ്റൻസ് ആക്കാവുന്നതാണ്. അപ്പോൾ സെൻറ്റൻസ് ഞാൻ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഈസാരാം പ്ലസ് ING ഫോം. ഇതാണല്ലോ ഇതിൻ്റെ സ്ട്രക്ചർ. വേർബിൻ്റെ കൂടെ ING ഇടുക എന്നുള്ളതാണ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് സ്ട്രക്ചർ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആണ് എന്നുള്ളത് അല്ലാലേക്ക് മാറും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പറയാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, അവൾ പോവുകയല്ല. ഒരാൾ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ പറയുകയാണ് അവൻ ഉറങ്ങുകയല്ല അല്ലേ. അവൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയല്ല. അപ്പം ഞാൻ പറയാം അവൻ ഫുഡ് കഴിക്കുകയല്ല അല്ലേ. അവനവിടെ പഠിപ്പിക്കുകയല്ല, അവനവിടെ പഠിപ്പിക്കുകയല്ല. ഇങ്ങനെ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനത് ചെയ്യുകയല്ല എന്ന് പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഈ ഈസിൻറ്റും ആറിൻറ്റും ആമിൻറ്റും ഒക്കെ യൂസ് ചെയ്യണത് കേട്ടോ. ട്രാൻസ്ലേഷൻ കറക്റ്റ് ആക്കുക. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസന്റ്ലി ഓൺ ദി സ്പോട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈസാരാം. ഓക്കെ, ഓൺ ദി സ്പോട്ട് പറയുന്ന കാര്യങ്ങൾ. ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റണം അവൻ ഉറങ്ങുകയാണ് അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയല്ല എന്ന് പറയാൻ പറ്റുന്നതാണ് ഈസാരാം. ക്ലിയർ ആണല്ലോ. ഇനി തെറ്റിക്കരുത്. ലൈവിൽ വന്ന് ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. സോ ഈസാരാമിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആണ് എന്നാണ്. അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ല എന്നാണ്. സോ ഈസാരാമിൻ്റെ കൂടെ ഒരു നോട്ടങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആണ് എന്നുള്ളത് അല്ല എന്നതിലേക്ക് കൺവേർട്ടഡ് ആകും. അത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് സെൻറ്റൻസ് ആക്കാം. ഷീ, അവൾ. ഷീ ആയതുകൊണ്ട് ഞാനിവിടെ ഈസിൻ്റെ ചേർക്കോ ആമിൻ്റെ ചേർക്കോ ആറിൻ്റെ ചേർക്കോ? ഈസിൻ്റെ ആണ് ചേർക്കുക. കാരണം എന്താ? ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈസ് ആണ് വരിക. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആം ആണ് വരിക. യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആറാണ് വരിക. കറക്റ്റ് ഓർഡറിൽ കാണാൻ പറയണത് അതുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ഓർഡറിൽ കാണാത്തതുകൊണ്ടാണ്. ലെസൺ 1, 2, 3 കറക്റ്റ് ഓർഡറിൽ തന്നെ പോവുക. കാരണം നിയമങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് 3 ക്ലാസ്സിലുള്ള പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവൾ, ഷീ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഈസ് ചേർക്കും. ഷീ ഈസ്. നെഗറ്റീവ് ആക്കുമ്പോൾ ഈസിൻറ്റ്, ഷീ ഈസിൻറ്റ്, ഷീ ഈസ് നോട്ട് എന്നുള്ളത് ഷീ ഈസിൻറ്റ് ഗോയിങ്. അവൾ പോവുകയല്ല. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ, ഐ ആം നോട്ട് ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുകയല്ല. യു, അവൾ. യു ആർ നോട്ട് ലിസണിങ്. നിങ്ങൾ ശ്രദ്ധിക്കുകയല്ല. ഓക്കെ, അതുപോലെ തന്നെ they aren't sleeping. അവർ ഉറങ്ങുകയല്ല. കണ്ടോ? ഇങ്ങനെ ഉറങ്ങുകയല്ല, പഠിപ്പിക്കുകയല്ല, ശ്രദ്ധിക്കുകയല്ല, പോവുകയല്ല എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഇതുപോലെ ഈസാരാം ചേർക്കുന്നത്. നമ്മൾ ഇതിലൊരു ഡൗട്ട് വരണ്ട. അതേ റൂള് ഞാൻ ഒന്നും കൂടി എഴുതി വെച്ചിരിക്കണു. എന്നിട്ടും റൂള് സംശയമുള്ള ഒരു വേഗം തന്നെ ഇത് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഈസാരാമിൻ്റെ ലെസൺ 1, 2, 3 റൂള് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ആ നിയമം പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സോ അത് ആദ്യം പഠിക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ഇവിടെ നോക്കുക. ഷീ ഈസ് നോട്ട് ഗോയിങ്. അവൾ
അവൾ പോവുകയല്ല. ഐ ആം നോട്ട് ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയല്ല. യു ആർ നോട്ട് ലിസണിങ്, നിങ്ങൾ ശ്രദ്ധിക്കുകയല്ല. ദേ ആർ നോട്ട് സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയല്ല. ഇങ്ങനെ പോവുകയല്ല, പറയുകയല്ല, ചെയ്യുകയല്ല, വിളിക്കയില്ല, ഓൺ ദി സ്പോട്ട് എനിക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നതായിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ ഈസ് ആർ ആം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈസ് ആർ ആം എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ്. എന്താണ് അതിൻ്റെ കൂടെ ഒരു നോട്ടങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആകും, അല്ല എന്നാകും. ഇനി നാളെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? ഈസ് ആർ ആമിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് സെൻറ്റൻസ് ഒരുമിച്ചാക്കാൻ പോവാണ് കേട്ടോ, ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാവട്ടെ. പക്ഷെ നിങ്ങൾ ഓരോ വീഡിയോ ദയവായി സ്കിപ്പ് ചെയ്യാത്ത. എനിക്കിപ്പോൾ ഓരോ വീഡിയോ ഞാൻ എടുക്കുന്നത് എനിക്കത് കുറച്ചും കൂടി എഫേർട്ടുള്ള കാര്യമാണ്. എന്നിട്ടും ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് എടുക്കുന്നത് അതത്ര ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ വീഡിയോ സ്കിപ്പാക്കിയിട്ട് മടി പിടിച്ച് അടുത്തയിലേക്ക് പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്